എവ്രിവൺ. ഇന്ന് ഞാൻ മറ്റൊരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൂപ്പാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സൂപ്പ് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അല്ലേ, ആരോഗ്യത്തിനൊക്കെ. ഓക്കെ. അപ്പോൾ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തീർച്ചയായും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ കണ്ണുകളുടെ തിളക്കത്തിനും തീർച്ചയായിട്ടും ചർമ്മത്തിന് തിളക്കവും പിന്നെ ഒരു ഫെയർനെസ് ഒക്കെ ലഭിക്കുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല ഈ ഒരു സൂപ്പ് നമ്മുടെ ബോഡി വെയിറ്റ്, ഇപ്പോൾ എക്സസൈസ് വെയിറ്റ് ഒക്കെ ഉള്ളവർക്ക് ശരീരഭാരമൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കുമൊക്കെ ഈ ഒരു സൂപ്പ് കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു സൂപ്പിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഏത് വെജാ? റാബിറ്റ് ഒക്കെ കഴിക്കുന്ന ഒരു ക്യാരറ്റ്. കറക്റ്റ്. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. അതെ, ഇതൊരു ക്യാരറ്റ് ആണ്, ചെറിയ ക്യാരറ്റ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗൂസ്ബെറി, നെല്ലിക്കയാണ്. നെല്ലിക്ക ഒരു വലിപ്പമുള്ള 8 എണ്ണം എടുത്തോളൂ. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് തുളസി ഇലയാണ്. അപ്പോൾ തുളസി ലീഫിന് പകരം നിങ്ങൾക്ക് മല്ലിയില ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുതിനയില ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ജീരകമാണ്. ക്യുമിൻ സീഡ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഗാർലിക്. ജീരകം 1/2 ടേബിൾ സ്പൂൺ, ഗാർലിക് ഒരു 4 പോട്ട് മതിയാവും. പിന്നെ ആവശ്യമുള്ളത് ജിഞ്ചർ, ഇഞ്ചിയാണ്. പേസ്റ്റ് ആക്കി എടുക്കുവാണോ? അല്ല, ഇഞ്ചിയിൽ ധാരാളം ഇരുമ്പൊക്കെ അടങ്ങിയിട്ടുണ്ട്, അറിയോ? അപ്പോൾ ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി, ചെറിയൊരു പീസ്. കണ്ടില്ല, ഞാനൊരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്, ഇഞ്ചി ചെറിയൊരു പീസ്. അപ്പോൾ ഈ ഇഞ്ചി നമുക്ക് വളരെ കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഈ എടുത്തിരിക്കുന്ന 4 പോട് ഗാർലിക് ഉണ്ടോ, വെളുത്തുള്ളി, ഇതും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഈ ജീരകം നന്നായിട്ട് അരച്ചെടുക്കുകയല്ല, ജീരകം നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഓക്കെ. പിന്നെ വേണ്ടത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിലും അതുപോലെ തന്നെ നെല്ലിക്കയിലും. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കാതിന് ശേഷം ഈ സ്ക്രൈപ്പർ ഉപയോഗിച്ച് അത് തന്നെ നന്നായിട്ട് ഉരച്ചെടുക്കുക, അല്ലെങ്കിൽ കട്ടി ഉറഞ്ഞ് അരിഞ്ഞെടുത്താലും മതിയാകും. ഓക്കെ. പിന്നെ ഗൂസ്ബെറി ഒക്കെ വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം, മനസ്സിലായോ? കാരണം ഇത് ഓർഗാനിക് ഫാമിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഗൂസ്ബെറി ആണെങ്കിൽ കുഴപ്പമില്ല, അതാണ് നല്ലത്. പിന്നെ കടയിൽ നിന്നും ഷോപ്പിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നെല്ലിക്കയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പൊ എങ്ങനെയാ ക്ലീൻ ചെയ്യുക? ഒരു വെള്ളത്തില് മഞ്ഞള്, പിന്നെ ഈ നെല്ലിക്കയുടെ എത്ര വലുപ്പത്തില് വാളൻപൊളി, പിന്നെ എന്തായിരുന്നു, ഉപ്പ് ആവശ്യം. അതെ. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തില്, ഒരു ബക്കറ്റിന്റെ പകുതി അല്ല കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളൻപുളി, മഞ്ഞൾ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി കലക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായ വെജിറ്റബിൾ അതിലേക്ക് മുക്കി വയ്ക്കുക, ഒരു മണിക്കൂർ നേരമെങ്കിലും, അല്ലെ? ക്യാരറ്റ്, നെല്ലിക്ക, പിന്നെ മറ്റു വെജിറ്റബിൾസ് ഒക്കെ, പാവയ്ക്ക, അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അത് ഭൂഖണ്ഡം അല്ലേ, അപ്പൊ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അല്ലാത്ത വെച്ചൊക്കെ ഇങ്ങനെ ചെയ്യണം. ഓക്കെ. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ഒരു 8 നെല്ലിക്ക, വലിപ്പമുള്ള 8 നെല്ലിക്ക. ഓക്കെ. നെല്ലിക്കയും സ്ക്രൈപ്പർ നന്നായിട്ട് ഉരച്ചെടുക്കുക, അല്ലെങ്കിൽ കട്ടി ഉറഞ്ഞ് അരിഞ്ഞെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ. അപ്പോൾ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. അത് നന്നായിട്ട് ചതച്ച് തന്നെ ചേർക്കണം. ഓക്കെ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ നെല്ലിക്ക ക്യാരറ്റ് സൂപ്പ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം.
നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം എടുക്കുക. അപ്പോൾ വെള്ളം എടുക്കുന്നതനുസരിച്ച് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടി കുറച്ച് കൂട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഏതായാലും ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 കപ്പ് വെള്ളമാണ്, അതായത് 6 പേർക്ക് കുടിക്കാൻ പറ്റുന്ന സൂപ്പ്. ഓക്കെ, അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, വളരെ കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ സ്ക്രേപ്പറിൽ ഉരച്ചെടുത്തിരിക്കുന്ന ക്യാരറ്റ്, അതല്ലെങ്കിൽ കട്ടി കുറച്ച് നിങ്ങൾ അരിഞ്ഞെടുത്താലും മതിയാകും. അപ്പോൾ ഈ ക്യാരറ്റ് കൂടി ചേർക്കുക, ചെറുതായിട്ട് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക്, ജീരകം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നമ്മൾ സ്റ്റെയർ ചെയ്യണം. അതിനുശേഷം ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം നല്ലൊരു ഫ്ലേവറൊക്കെ അന്തരീക്ഷത്തിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും, നല്ലൊരു ഗന്ധമായിരിക്കും. ഓക്കെ, എല്ലാം കൂടെ മിക്സായി, പ്രത്യേകിച്ച് ജീരകമൊക്കെ ചേർന്നപ്പോൾ നല്ലൊരു സുഗന്ധം വരുന്നില്ലേ? ഓക്കെ, കണ്ട വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നില്ലേ? ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇല ചേർത്ത് കൊടുക്കുക, അതായത് തുളസിയില ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില അല്ലെങ്കിൽ പുതിനയുടെ ഇല, ഇവയിൽ ഏതെങ്കിലും ഇല ചേർത്ത് കൊടുക്കാം. അതിട്ട് ഒന്നുകൂടി ഇളക്കുക. അതിനുശേഷം അടച്ചു വയ്ക്കുക. പിന്നെ ഉപ്പ് ചേർക്കണം, ഉപ്പ് ചേർക്കാൻ മറന്നു പോകില്ല. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, ശരി കേട്ടല്ലോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തു, ഉപ്പ് ചേർത്തു, പിന്നെ തുളസിയുടെ ഇല ചേർത്തു, പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ മറ്റ് ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ഒരു 25-30 മിനിറ്റോളം സ്റ്റൗവിൽ തന്നെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇത് വാങ്ങി ഇതിൻ്റെ ആ ഒരു നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് ക്യാരറ്റ്, നെല്ലിക്ക, അപ്പോൾ അതൊക്കെ തുളസി, അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞങ്ങളിവിടെ അത് ഉപയോഗിക്കാറില്ല. ഞങ്ങളിത് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്ത് ഇതിൻ്റെ ആ ഒരു വെള്ളം മാത്രം സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കുക്ക് ചെയ്തെടുത്ത ക്യാരറ്റ് വെള്ളമാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ കുടിക്കാം. ഇതിനോടൊപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതൊക്കെ ഇഷ്ടമാണെങ്കിൽ കഴിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് സ്ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് തന്നെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കറക്റ്റാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ കുറേ ബെനിഫിറ്റ്സ്. ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനും പിന്നെ ചിലരുടെയൊക്കെ നല്ലതാണ്, കാരണം ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതാണ് ഈ ഗൂസ്ബെറി, അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ. അപ്പോൾ പിന്നെ ഈ വയറൊക്കെ ചിലരുടെയൊക്കെ ഇങ്ങനെ വീർത്തിരിക്കും, ചാടി അങ്ങനെയല്ല, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ബ്ലോട്ടഡ് ആവും. അങ്ങനെ ബ്ലോട്ടിങ്, ഇങ്ങനെ വയറിങ്ങനെ കമ്പിച്ചിരിക്കുക, വീർത്ത് വരിക എന്ന് പറയും. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സൂപ്പ് നല്ലതാണ്. പ്രത്യേകിച്ച് വൈകിട്ട് ആഹാരത്തിന് ശേഷം ഇത് കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് ഉറക്കം വന്നോളും. ഇനി ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നതാണ് സൂപ്പ്. അപ്പോൾ ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് വളരെ കുറച്ചേ പിന്നെ കഴിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും ഇത് കഴിക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അമിതവണ്ണം ഉള്ളവർക്കും അതുപോലെ തന്നെ വയറിങ്ങനെ വല്ലാതെ വീർത്ത് വരുന്ന ഒരു സ്വഭാവം, വയറിങ്ങനെ വല്ലാതെ വീർത്ത് വരുന്ന സ്വഭാവമുള്ളവർക്കും ഈ ഒരു ഡ്രിങ്ക്, ഈ ഒരു സൂപ്പ് കുടിക്കുന്നത് വഴി വളരെയധികം ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ, ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കുക. ലോക്ക്ഡൗൺ മാർക്കറ്റിലാണെങ്കിലും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ദിസ് ഈസ് ഫ്രം Alaigras Space. Okay, and thank you for watching my video.
നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ യു സബ്സ്ക്രൈബ് മൈ വീഡിയോ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.